ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു വീക്ക് ഡേ സ്പെഷ്യലാണ്. ഇപ്പം സമയം ഒരു ഓൾമോസ്റ്റ് 7 ആയി. ഞാനൊരു 6:30 ഒക്കെ ആകുമ്പം എണീക്കാൻ ശ്രമിക്കും. എണീറ്റ് ഇപ്പോഴാണ് ഞാൻ ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. കാരണം രാവിലെ നല്ല കൊതുവായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് ബിൻഡി ഫ്രൈ, തേങ്ങ അരയ്ക്കാത്ത തക്കാളി മോര് കറി, പിന്നെ ഇത് തേങ്ങ അരച്ച ചമ്മന്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് കൂടാതെ സൈഡിൽ എഗ്ഗ് ബോയിൽ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇടയിൽ കഴിക്കാൻ. ഞാൻ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വിചാരിച്ചു, സംതിങ് പ്രോട്ടീൻ. അങ്ങനെ സവാള, തക്കാളി, ഇത് ഇഞ്ചി, ഗാർലിക്കും പച്ചമുളകും കൂടെ അരച്ചത്. അങ്ങനെ ഞാൻ സവാള ഒക്കെ വഴറ്റാണ്, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇതൊന്നും ഇപ്പം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നന്നായി വഴറ്റി അതിലേക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഇഞ്ചി ഗാർലിക് പച്ചമുളക് അരച്ചതും കൂടെ അങ്ങനെ ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റുകയാണ്. അങ്ങനെ സവാളയൊക്കെ ഒരു ട്രാൻസ്ലൂഷൻ കളറൊക്കെ ആവുന്നവരെ ഞാൻ നന്നായി വഴറ്റും. അതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായി വഴറ്റാണ്. ഞാനൊരു പ്രോ കുക്കൊന്നും അല്ല, ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് പരിപാടിയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അതുപോലത്തെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇതും. അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല വളരെ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഇട്ടാലായി. എനിക്ക് വല്ലാതെ മസാല കുത്തുന്നത് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമല്ല. എന്നാലും ഇട്ടിട്ട് നന്നായി വഴറ്റി. ഇത് ക്യാൻ ട്യൂണ, ഇത് ഫ്രം കൊറിയയാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ ക്യാൻ ട്യൂണ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്നത് ഞാൻ ട്രൈ ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനൊരു ആഫ്റ്റർ ടേസ്റ്റ്, ഒരു കുത്തലുണ്ട്, ഒരു മാറി. അത് എനിക്ക് ശരിക്കും ശരിയാവാറില്ല. ഇതിനതില്ല. അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിലെ വെള്ളം ഞാൻ കുറച്ച് കളയും. എന്നിട്ട് ഞാനിത് തിരിച്ച് നമ്മൾ ഉണ്ടാക്കിയ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായാക്കും. ഈ ക്യാൻ ട്യൂണ ഓൾറെഡി കുക്കായി വരുന്നത് കൊണ്ട് നമ്മളിതിനധികം കിടന്നതിനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഇന്ത്യൻ മസാല ഇട്ട സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി അങ്ങ് ഇളക്കി അങ്ങ് വിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാൻ ട്യൂണ റെഡിയാണ്. ഇനി ഇതൊക്കെ ലഞ്ച് ബോക്സ് സെറ്റാക്കണം. അപ്പോഴേക്കും സമയം ഓൾമോസ്റ്റ് 8 മണി ആവാറായേ. ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ കളിച്ചതാ. ഇനി ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. ഞാൻ സാധാരണ വെയിങ് സ്കെയിലിട്ട് നോക്കുന്നത് ഞാനിങ്ങനെ ഒരു നോക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ എത്രയാണ് നമ്മൾ കഴിക്കുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലല്ല, ലഞ്ച് ബോക്സിനകത്താണ് ചോറും ഉപ്പേരിയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക. ക്യാൻ ട്യൂണ സൈഡ് ഡിഷിലാക്കി ഞാൻ കുറച്ച് മോര് കറി വേറെ ഒന്നിലാക്കും. യാ, ദാറ്റ്സ് ഓൾ. ബൈ.